മോഷൻ പഠിപ്പിക്കാം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഇത് നമ്മൾ ഫസ്റ്റ് ആ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ പഠിച്ചില്ലേ? അത് ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യമാണെങ്കിൽ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിലുള്ള പാർട്ടികൾ റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലീനിയർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ള എല്ലാ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം റൊട്ടേഷണൽ മോഷനിലും ഉണ്ട്. പക്ഷെ റൊട്ടേഷണൽ കൺസെപ്റ്റ് ആണേ ഉള്ളൂ. അപ്പം ലീനിയർ മോഷന്റെ അനലോഗിയാണ് ഈ എന്താണ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലീനിയർ മോഷനിൽ നേരെയുള്ള ബോഡി പോകുന്ന വെലോസിറ്റിനെ ലീനിയർ വെലോസിറ്റി എന്ന് പറയുമെങ്കിൽ ഇവിടെ വരുമ്പോൾ വട്ടത്തിലുള്ള മൂവ് ചെയ്യുമ്പോൾ അത് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയും. നേരെയുള്ള ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് അതിനെ ഫോഴ്സ് എന്ന് പറയുമെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് അതിനെ ടോർക്ക് എന്ന് പറയും. ടോർക്ക് പുതിയതായിട്ട് പഠിക്കാൻ പറ്റും. ടോർക്ക് നിങ്ങൾ ഫിസിക്കാരൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ടോർക്ക് പഠിച്ചിട്ടില്ലേ? ഓക്കെ, എവിടോ ഒരു ഇല്ലേ, എവിടെയാണെന്നറിയോ? ഫസ്റ്റ് ചാപ്റ്റർ, നിങ്ങളുടെ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, മൊമെന്റ് ഓഫ് ഫോഴ്സ്, അതിനെ ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്താണ് നേരെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ വട്ടത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ടാവും. ഓക്കെ, നേരെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ വട്ടത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പം ശരിക്കും പറഞ്ഞാൽ ലീനിയർ മോഷൻ തന്നെയാണ് അതിന്റെ അനലോഗി ആയിട്ടുള്ള റൊട്ടേഷണൽ മോഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഒരു റിജിഡ് ബോഡി എന്താന്നുള്ള കാര്യം എഴുതുക. സബ്ഹെഡിങ് എഴുതിക്കോ, റിജിഡ് ബോഡി. ഇതിനകത്തുനിന്ന് 6 മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത്. 6 മാർക്ക് റിജിഡ് ബോഡി. കേരളക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. CBSE-കാർക്ക് ഏകദേശം ഒരു 8 ലെവൽ മാർക്ക് വരുന്നുണ്ടാവും. കാരണം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർ ഇരുന്നുകൊണ്ടാണ് ഞാനിത് ഫിക്സ്ഡ് ആയിട്ട് പറയാത്തത്. കേരളയുടെ ഫിക്സ് ചെയ്ത് പറയാൻ പറ്റും 6 മാർക്ക്. ഓക്കെ, അത് ബോർഡ് എക്സാം ആയതുകൊണ്ട്. ഓക്കെ, അപ്പം റിജിഡ് ബോഡിയുടെ പ്രത്യേകത എന്താ? റിജിഡ് ബോഡി നമ്മൾ സോളിഡ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ഇറ്റ് ഹാസ് എ എന്താണ് ഡെഫിനിറ്റ് അല്ലേ? ഡെഫിനിറ്റ് സൈസ് ആൻഡ് എന്താണ് ഷേപ്പ് അല്ലേ? അതല്ലേ റിജിഡ് ബോഡിയുടെ പ്രത്യേകത അല്ലേ? റിജിഡ് ബോഡിയുടെ എന്താണ്? റിജിഡ് ബോഡിക്ക് ഇപ്പൊ ഇത് റിജിഡ് ബോഡിയാ. ഇതിന്റെ മേശ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്റെ കയ്യിലിരിക്കുന്ന പേന, ഇത് റിജിഡ് ബോഡിയാ. ഇതിന് ഫിക്സഡ് ഷേപ്പും ഫിക്സഡ് സൈസും ഉണ്ട്, ശരിയല്ലേ? അതേപോലെ തന്നെ ഇതിന്റെ അടുത്തൊരു പ്രത്യേകതയാണ് ഇതിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ. എന്തായാലും പാർട്ടിക്കിൾസ് ചേർന്ന് ഉണ്ടാക്കപ്പെട്ട സാധനമാണല്ലോ ഇത്. അപ്പൊ ഈ പാർട്ടിക്കിൾസ് എല്ലാം തമ്മിലുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും, മാറത്തില്ല. അതാണ് റിജിഡ് ബോഡിയുടെ പ്രത്യേകത. നേരെ മറിച്ച് നോൺ റിജിഡ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് ഒരു എന്താണ് ഒരു ജെല്ല് എന്താണ് ജെല്ലി, നമ്മള് ജെല്ലി ബബിൾഗോ ഇല്ലേ? ബബിൾഗോ എന്തോ നിങ്ങൾ മേടിക്കാൻ കിട്ടുന്ന ജെല്ലി, ജെല്ലി മുട്ടായി. അപ്പൊ ആ ജെല്ലി മുട്ടായി ഒന്ന് ഞെക്കി കഴിയുമ്പോഴത്തേക്ക് ജെല്ലി മിഠായിക്കകത്ത് എന്തുണ്ട്? ജെല്ലി മിഠായിക്കകത്ത് പാർട്ടിക്കിൾസ് ഉണ്ട്. എന്നാൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും? നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എന്ത് ചെയ്യും? അതിന്റെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? അടുക്കും, അല്ലെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആകുന്നു അല്ലേ? അപ്പം അത് റിജിഡ് അല്ലാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. റിജിഡ് ബോഡിയുടെ പ്രത്യേകത, റിജിഡ് ബോഡിക്ക് എന്താണ്? ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പും ഡെഫിനിറ്റ് ആയിട്ടുള്ള സൈസും ഉണ്ടാവും. മാത്രമല്ല അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അതിന്റെ പ്രത്യേകത? അതിനകത്തെ പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. അതും കൂടെ എഴുതിയേക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ any two particle does not change even on the application of force. അതായത് നമ്മൾ ഫോഴ്സ് കൊടുത്തെന്ന് പറഞ്ഞാലും ഞാനിപ്പോ പേനയിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക, പേനയുടെ ഷേപ്പിന് വല്ല മാറ്റം ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. അപ്പം അത് റിജിഡ് ബോഡി ആയതുകൊണ്ടാണ്. ഓക്കെ,
ഇനി ഈ റിജിഡ് ബോഡിയുടെ മോഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം. ഇത് മോളിക്കുലാർ ലെവലിലായിരിക്കും ഈ ചാപ്റ്ററിന്റെ ഈ ഒരു ഭാഗം ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം. അപ്പം ഹെഡിങ് എഴുതാം, മോഷൻ ഓഫ് റിജിഡ് ബോഡി. മോഷൻ ഓഫ് റിജിഡ് ബോഡി. മോഷൻ ഓഫ് റിജിഡ് ബോഡിയിൽ ആദ്യം പറയാനുള്ളത് ശരിക്കും 4 ടൈപ്പ് മോഷനാണ് പഠിക്കാനുള്ളത്. പക്ഷെ അതിൽ നമുക്ക് 3 എണ്ണം പഠിക്കാനുള്ളൂ. 4 ടൈപ്പ് എണ്ണം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ 4ാമത്തെ നമുക്ക് പഠിക്കണ്ട. ഓക്കെ. അപ്പൊ ആദ്യത്തേത് ട്രാൻസ്ലേഷണൽ മോഷൻ. രണ്ടാമത്തേത് റൊട്ടേഷണൽ മോഷൻ. മൂന്നാമത്തേത് റോളിംഗ് മോഷൻ. പിന്നെ 4ാമത്തെ പ്രസഷൻ എന്ന് പറയുന്ന ഒരു മോഷൻ കൊണ്ടാവും പഠിക്കേണ്ട. അപ്പൊ ഇത് 3 എണ്ണം പഠിച്ചാൽ മതി. ഇത് 3 എണ്ണം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. എഴുതിക്കോ, ട്രാൻസ്ലേഷണൽ മോഷൻ. ട്രാൻസ്ലേഷണൽ മോഷന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു പടം വരയ്ക്കുകയാണ്. ആ പടത്തിനകത്ത് ഞാനൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് വരച്ചിരിക്കുന്നത്. ഇൻക്ലൈൻഡ് ഒരു ട്രയാങ്കിൾ അല്ല, ഒരു മറ്റേ വണ്ടിയൊക്കെ നമ്മൾ ഇറക്കുന്ന ഒരു സെറ്റ്. ഓക്കെ. അപ്പം ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഞാൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ. ഈ ഒബ്ജക്റ്റിന്റെ സർഫസും അതേപോലെ തന്നെ, അതായത് ഒബ്ജക്റ്റിന്റെ താഴത്തെ സർഫസും അതേപോലെ തന്നെ ഇൻക്ലൈൻഡ് പ്ലെയിന്റെ ആ സർഫസിലും എന്താണ് ഇത് കുറവാന്ന് വിചാരിച്ചോ, ഫ്രിക്ഷൻ കുറവാന്ന് വിചാരിച്ചോ, എന്തായിരിക്കും സംഭവിക്കുക? ഇതിങ്ങനെ ഒരു ഡി ഡയറക്ഷനിൽ വരും. ഓക്കെ. നമുക്കറിയാം ഇതൊരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് ലക്ഷക്കണക്കിന് പാർട്ടിക്കിൾസ് കാണും. ഇവിടെ ഒരു പാർട്ടിക്കിൾ കാണും, ഇവിടെ ഒരു പാർട്ടിക്കിൾ കാണും, ഇവിടെ ഒരു പാർട്ടിക്കിൾ കാണും, ഇവിടെ ഒരു പാർട്ടിക്കിൾ കാണും, ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ എല്ലാം ചെറിയ എന്ത് കാണും? പാർട്ടിക്കിൾസ് കാണും. അങ്ങനെയാണെങ്കിൽ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്? ശരിയല്ലേ? പാർട്ടിക്കിൾ മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ഇന്റേണലി ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമെന്നല്ല പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേരെന്താ? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആണ്. ഒരു ഒബ്ജക്റ്റ് റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന കൺസെപ്റ്റുകളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ ചാപ്റ്റർ, അതായത് മോഷൻ ഇൻ എ പ്ലെയിൻ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതിന്റെ അനലോഗിയാണ് ഈ ചാപ്റ്റർ. അവിടെ എന്തൊക്കെ പറഞ്ഞു അതിന്റെ റൊട്ടേഷണൽ മോഷനുള്ള കൺസെപ്റ്റ് ആണ് ഈ ചാപ്റ്റർ പറയുന്നത്. അതിനകത്ത് ആദ്യം നമ്മൾ റിജിഡ് ബോഡി എന്താണെന്ന് പഠിച്ചു. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? റിജിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് സൈസും ഉള്ള ബോഡിനെയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് 2 പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ റിജിഡ് ബോഡിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പ് മോഷൻ എക്സിക്യൂട്ട് ചെയ്യാം. 3 അല്ല 4 എണ്ണം ഉണ്ട്. 3 ടൈപ്പ് മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിലൊന്ന് ട്രാൻസ്ലേഷൻ മോഷൻ, 2 റൊട്ടേഷൻ മോഷൻ, 3 റോളിംഗ് മോഷൻ ആണ്. അതിനകത്ത് ട്രാൻസ്ലേഷൻ മോഷൻ ആണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് അറിയോ? ആ പാർട്ടിക്കിൾ is made up of larger number of smaller എന്താണ് particles inside it in molecular level കൺസിഡർ ചെയ്യാം. അതായത് ഞാനിവിടെ ഒരു ബോക്സ് കൺസിഡർ ചെയ്യും, ഒരു തടിയുടെ ഒരു ബോക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ തടിയുടെ ബോക്സ് ഞാൻ ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫ്രിക്ഷൻ കുറവാണെങ്കിൽ ഇതിങ്ങനെ നിറഞ്ഞു വരും. ഇത് നേരെയല്ലേ വരുന്നത്? നേരെ മൂവ് ചെയ്യുന്നതിനെയല്ലേ നമ്മൾ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയുന്നത്? ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പെട്ടി മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ഈ പെട്ടി നിർമ്മിക്കപ്പെടാൻ കാരണക്കാരായ ഈ പാർട്ടിക്കിൾസ് എല്ലാം ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം ഈ ഓരോ പാർട്ടിക്കിളുടെ വെലോസിറ്റിയും എന്താന്നുള്ളതാണ്? സെയിം ആണെന്നുള്ളതാണ്. ആണല്ലോ. അങ്ങനെ ഒരു മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു ബോഡി ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്തെ എല്ലാ പാർട്ടികളുടെയും വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനെ എന്തെന്ന് പറയത്തുള്ളൂ? ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയത്തുള്ളൂ. നമ്മൾ ഇതുവരെ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നേരെ മൂവ് ചെയ്യുന്നു. എന്നാൽ അങ്ങനെയല്ല,
ആ ഒബ്ജക്റ്റ് നേരെ മൂവ് ചെയ്യുകയാണ്, അത് ശരിയാണ്. എന്നാൽ ആ ഒബ്ജക്റ്റിനകത്ത് മോളിക്കുലാർ ലെവലിൽ കുറെ പാർട്ടിക്കിൾസ് കാണും. ആ പാർട്ടിക്കിളുടെ ഓരോ പാർട്ടിക്കിളുടെയും വെലോസിറ്റി സെയിം ആണ് എങ്കിൽ മാത്രമാണ് അങ്ങനെ ആവുള്ളൂ. കാരണം റിജിഡ് ബോഡി ആയതുകൊണ്ട് ആ പാർട്ടിക്കിൾ എല്ലാം സെയിം ഡിസ്റ്റൻസിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അവരുടെ വെലോസിറ്റി സെയിം ആയിരിക്കും ട്രാൻസ്ലേഷൻ മോഷന്റെ കേസ്. അപ്പൊ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു P1 എന്ന് പറയുന്ന പാർട്ടിക്കിളും അതേപോലെ തന്നെ ഈ ഭാഗത്ത് P2 എന്ന് പറയുന്ന പാർട്ടിക്കിൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ വെലോസിറ്റി V1 ആയിട്ട് എടുക്കാം, ഇവന്റെ വെലോസിറ്റി നമുക്ക് V2 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ തിയറി വെച്ചിട്ട് എന്താ V1 എന്ന് പറയുന്നത് V2 അല്ലേ? അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ എഴുതാം. ഇത് പടം വരച്ചോ, എന്നിട്ട് ഇങ്ങനെ എഴുതിക്കോ. In pure translational motion at any instant of time, any instant of time, every particle of the body has same velocity. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധനമൊന്നും അല്ല. ഇതൊക്കെ മനസ്സിലാക്കിയാൽ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കാരണം നമ്മൾ ഈ പാർട്ടികളുടെ കാര്യമാണ് പറയുന്നത് അടിവരയിട്ട് വീണ്ടും പറയുവാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് റൊട്ടേഷണൽ മോഷൻ എഴുതുക. ഇത് എഴുതി കഴിഞ്ഞിട്ട് അടുത്ത ഹെഡിങ് റൊട്ടേഷണൽ മോഷൻ എഴുതുക. റൊട്ടേഷണൽ മോഷൻ എഴുതുക. എന്താണ് റൊട്ടേഷണൽ മോഷൻ? റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിക്കിള് അല്ലെങ്കിൽ ഒരു ബോഡി റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ജനറൽ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫാൻ കിടന്ന് കറങ്ങുന്നു, അതൊരു റൊട്ടേഷണൽ മോഷനാണ്. എന്നാൽ അങ്ങനെയല്ല പറയേണ്ടത്. എങ്ങനെയാ പറയേണ്ടത്? നമ്മൾ അതിന്റെ മോളിക്കുലാർ ലെവലിൽ ഇതിന്റെ പാർട്ടികളുടെ കാര്യം വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഫാൻ പറഞ്ഞല്ലേ, ഫാനിന്റെ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഒരു ഫാന് നമ്മളിപ്പം ഇങ്ങനെ ഒരു ഫാൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫാൻ ഭിത്തിയിൽ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു കൊളുത്തുണ്ട്, അതിനെ നമ്മൾ ഫാൻ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ വന്നു, ഇവിടെ ഇങ്ങനെ ഒരു എന്താ അതിന്റെ മെയിൻ പ്ലേറ്റ്സ്, പിന്നെ 3 ബ്ലേഡ് അല്ലേ? 3 ബ്ലേഡ് എങ്കിൽ 3 ബ്ലേഡ്, 4 ബ്ലേഡ് എങ്കിൽ 4 ബ്ലേഡ്. ഓക്കെ, ഒരു ബ്ലേഡ് ഇങ്ങനെ, ഒരു ബ്ലേഡ് നമുക്ക് ഇങ്ങനെ എടുക്കാം. 3 ബ്ലേഡ്. ഈ 3 ബ്ലേഡിൽ ഒരു പാർട്ടിക്കിൾ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാം. കാരണം ഈ ബ്ലേഡിലെല്ലാം പാർട്ടിക്കിൾ ഇല്ലേ, ശരിയല്ലേ? ബ്ലേഡിൽ എല്ലാ ബോഡിയിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മോളിക്കുലാർ ലെവലിലുള്ള പാർട്ടിക്കിളും ഉണ്ടാകും. ഇത് പാർട്ടിക്കിൾ P1 എന്ന് വിളിക്കാം. തൊട്ടടുത്തുള്ള പാർട്ടിക്കിൾ ഇതെന്താ? ഇത് P2 എന്ന് വിളിക്കാം. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ രണ്ടിന്റെ വെലോസിറ്റി സെയിം ആയിരിക്കും അല്ലേ? നമുക്കൊന്ന് നോക്കാം. അതായത് ഇത് ഇങ്ങനെ കറങ്ങി ഇവിടെ വരെ വരാൻ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കറങ്ങി തിരിച്ചിവിടെ വരെ വരണം. ഇതും അതേപോലെ തന്നെ ഇങ്ങനെ കറങ്ങി എവിടം വരെ വരണം? തിരിച്ച് ഇവിടെ തന്നെ വരണം. പക്ഷേ ഈ രണ്ടാൾക്കാരും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണോ? സർക്കംഫറൻസിൽ ഇതിന്റെ റേഡിയസ്, ഈ ആദ്യത്തെ പാർട്ടിക്കിൾ കറങ്ങുന്നതിന്റെ റേഡിയസ് ഇവിടം വരെയുള്ളൂ, ഇത് R1. എന്നാൽ രണ്ടാമത്തെ പാർട്ടിക്കിൾ കറങ്ങുന്നതിന്റെ റേഡിയസ് കണ്ടോ, ഇവിടം വരെയാണ്, ഇവിടം വരെയാണുള്ളത്. അതെന്താ? അത് R2 ആണ്. അപ്പം ആദ്യത്തെ പാർട്ടിക്കിൾ കറങ്ങുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ സർക്കംഫറൻസ് ആണ്, അത് 2π എന്താണ്? R1 ആണ്. രണ്ടാമത്തെ പാർട്ടിക്കിൾ കറങ്ങുന്ന സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ അത് 2π R2 ആണ്. എന്നാൽ ഇവിടെ നോക്കിയോ, അപ്പൊ ഇവിടെ വെലോസിറ്റി കണ്ടുപിടിക്കണേ എന്താ? വെലോസിറ്റി ഈസിക്കൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന. ആദ്യത്തെ കവർ ചെയ്ത ഡിസ്റ്റൻസ് 2π എന്താണ്? R1 ഡിവൈഡ് ബൈ ടൈം ആണ്. രണ്ടാമത്തെ ഇത് V1. രണ്ടാമത്തെയോ V2 എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 2π R2 ഡിവൈഡ് ബൈ എന്താ? 2 ആണ്. വെലോസിറ്റി അല്ല, നമ്മൾ സ്പീഡ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. വെലോസിറ്റി പറയുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് പറയണം. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ 0 ആണ്. നമ്മൾ സ്പീഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. പക്ഷെ വെലോസിറ്റി അതിന്റെ സിമ്പിൾ അത് തന്നെ എടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, എന്നാൽ രണ്ടുപേരും കവർ ചെയ്ത ടൈമും, അതായത് ഈ പാർട്ടിക്കിൾ P1 കറങ്ങി ഇവിടെ വരാൻ എടുക്കുന്ന ടൈമും പാർട്ടിക്കിൾ P2 കറങ്ങി ഇവിടെ വരാൻ എടുക്കുന്ന ടൈമും എന്ത് തന്നെയാണ്? സെയിം. ടൈം രണ്ടും സെയിം ആണ്. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും എന്താണ്? സർക്കംഫറൻസ് ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടത്തെ V1 നോട്ട് ഈക്വൽ ടു V2 എന്നേ പറയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? പക്ഷെ എന്നാൽ ഇത് റൊട്ടേഷണൽ മോഷൻ ആയിരിക്കണമെങ്കിൽ
ഇവിടെ ഇതിന്റെ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ആ വെലോസിറ്റി ലീനിയർ വെലോസിറ്റി അല്ല, പകരം ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇവിടുത്തെ ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതായത് വട്ടത്തിൽ കറങ്ങുന്ന ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിനെയാണ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ലീനിയർ വെലോസിറ്റി ഇവിടെ സെയിം അല്ല. പക്ഷെ ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും ഇവിടെ? ആംഗുലാർ വെലോസിറ്റി സെയിം ആയിരിക്കും. ഇത് എഴുതൊന്നും വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ എഴുതേണ്ട ഭാഗം ഞാൻ പറഞ്ഞുതരാം. ഹിയർ ഇത് വേണം എഴുതിക്കോ. ഹിയർ v1 നോട്ട് ഈക്വൽ ടു v2. ബട്ട് നമുക്ക് എന്തെന്ന് എഴുതാന്നറിയോ? ബട്ട് ω1 ഈസ് ഈക്വൽ ടു ω2 എന്ന് എഴുതാൻ പറ്റും. ω1 ഈസ് ഈക്വൽ ടു ω2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എന്തായി ഒമേഗ? ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോറി, ആംഗുലാർ വെലോസിറ്റി ആണ്. ആംഗുലാർ വെലോസിറ്റി ആണ്. ആണോ? അതിനെ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ എന്തായിരിക്കും? ടൈം ആയിരിക്കും. ശരിയല്ലേ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്താ എടുക്കുന്നത്? നമ്മൾ കഴിഞ്ഞ മറ്റേ ഇതിനകത്ത് പഠിച്ചായിരുന്നു. എവിടെ അറിയാം? മോഷനിന്റെ പ്ലെയിനകത്ത്, റൊട്ടേഷണൽ മോഷനകത്ത് അല്ല, അവിടെ യൂണിഫോം സർക്കുലർ മോഷനകത്ത് നമ്മൾ പഠിച്ചാണ്. അത് തീറ്റ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒമേഗ ഈസിക്കലും എന്താ? തീറ്റ ബൈ ടി ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ നോക്കി, ഇത് P1 പാർട്ടിക്കിൾ കറങ്ങുന്നതിന്റെ വെലോസിറ്റി അല്ലേ W1 ആണല്ലോ. അപ്പൊ W1 എന്ന് പറയുമ്പോൾ അവിടുത്തെ തീറ്റ എന്താ? അവിടുത്തെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ തീറ്റ എന്ന് പറയുമ്പോൾ 360 അല്ലേ? അല്ലേടെ മൊത്തം കറങ്ങുന്ന 360 അല്ലേ? കറങ്ങി തിരിച്ചു വരാൻ ഡിവൈഡ് ബൈ എന്താ? അവിടുത്തെ ടൈം ടി. ω2ന്റെയോ? ω2 അത് കറങ്ങുന്ന തീറ്റ എത്രയാ? അതും 360 ആ. കറങ്ങുന്ന സമയം എത്ര? ടി. നോക്കിയോ, ഇത് രണ്ടും 360/t അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ω1 ഈസിക്കൽ എന്താ? ω2. W എന്നല്ല ω1 എന്നാണ് ഞാൻ എപ്പോഴും W എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് അത് അങ്ങനെ റീസൺ വന്നത്. മനസ്സിലാക്കിക്കോണം. അതിന്റെ ആംഗുലാർ വെലോസിറ്റി എന്തല്ല? ആംഗുലാർ വെലോസിറ്റി സെയിം അല്ല. സോറി, ലീനിയർ വെലോസിറ്റി സെയിം അല്ല, ആംഗുലാർ വെലോസിറ്റി ആണ് സെയിം ആവുന്നത്. ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. തീറ്റ 360 ആകാൻ കാരണം പി എന്ന് പറയുന്ന പാർട്ടിക്കിൾ ആ പോയിന്റിൽ നിന്ന് കറങ്ങി തിരിച്ച് ആ പോയിന്റിലേക്ക് തന്നെ വരുമ്പോൾ മൊത്തം ആംഗിൾ എന്ന് പറയുമ്പോൾ 360 ആവും. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഇതിന്റെ ആ ഒരു തിയോറിറ്റിക്കൽ പാർട്ട് ഇവിടെ ഒന്ന് എഴുതിക്കോ. ഇൻ റൊട്ടേഷണൽ മോഷൻ angular velocity of all particles of the body remains same. അതായത് ω1 ഈസിക്വൽ ടു ω2 ഈസിക്വൽ ടു ω3 ഈസിക്വൽ ടു ഇങ്ങനെ വന്നപ്പോ എല്ലാത്തിന്റെയും ഒമേഗ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അടുത്തത് റോളിംഗ് മോഷൻ ആണ്. അതായത് റോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ലേഷനും റൊട്ടേഷനും കൂടെ ചേർന്ന മോഷനാണ് റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. അല്ലേ? നമുക്കൊന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ പറയാം, നോക്കിക്കോളൂ. റോളിംഗ് മോഷൻ ആയിരിക്കും. റോളിംഗ് മോഷൻ എഴുതിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് നോക്കിയോ. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് translational and rotational motion and rotational motion. അല്ലേ? അതെന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മൾ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ കൺസിഡർ ചെയ്യാണ്. ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു വട്ടത്തിലുള്ള ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്?
അതായത് ഈ പാർട്ടിക്കിള് ഇങ്ങനെ കറങ്ങി കറങ്ങി, അതായത് ഈ ഡയറക്ഷനിൽ മോഷൻ നടക്കുന്നുണ്ട്, ഈ ഡയറക്ഷനിൽ മോഷൻ നടക്കുന്നു, ശരിയല്ലേ? റോളിങ്ങും ഉണ്ട്, സോറി എന്താണ്, റൊട്ടേഷനും ഉണ്ട്, അതേപോലെ തന്നെ ട്രാൻസ്ലേഷനും ഉണ്ട് നേരെ. കാരണം ഇങ്ങനെ കറങ്ങി കറങ്ങിയല്ലേ നേരെ പോകുന്നേ, അല്ലേ? അപ്പൊ നേരെയാ പോകുന്നത്. നിങ്ങളുടെ വണ്ടിയുടെ സൈക്കിളിന്റെ ഒക്കെ ടയർ എന്താ? റോളിംഗ് മോഷൻ ആണ്. അതായത് കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷൻ മോഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. സൈക്കിൾ നേരെ പോകുന്നു, അതായത് ടയർ നേരെ മൂവ് ചെയ്യുന്നുണ്ട്, വട്ടത്തിൽ മൂവ് ചെയ്യുന്നുണ്ട്, വട്ടത്തിൽ കറങ്ങി നേരെ പോവുക, വട്ടത്തിൽ കറങ്ങി നേരെ പോവുക. അതാണ് എന്താണ് റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അത് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അല്ല, ഇത് വരച്ചെന്നേ ഉള്ളൂ, അത് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരള സിലബസിന്. അതിങ്ങനെയാണ്, അതായത് ഇൻ പ്യുവർ റൊട്ടേഷണൽ മോഷൻ എവരി പാർട്ടിക്കിൾ ഓഫ് ബോഡി ഹാസ് സെയിം ആംഗുലാർ വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. സ്റ്റേറ്റ് വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. എന്താ? In pure rotational motion, every particle of body has the same angular velocity at any instant of time. State whether true or false. എടേ ക്വസ്റ്റ്യൻ കേൾക്ക്, എല്ലാവരും കേൾക്ക്. നിങ്ങൾ കേരള എന്ന് പറഞ്ഞില്ല, കേരളയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ ഉള്ളൂ, പക്ഷേ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഓക്കെ, അത് മനസ്സിലായി. ഇൻ പ്യുവർ റൊട്ടേഷണൽ മോഷൻ every particle of the body has same angular velocity at any instant of time. State whether it is true or false. False ആണ്, ഇല്ലയോ? എടാ, റൊട്ടേഷണൽ മോഷനിൽ ആംഗുലാർ വെലോസിറ്റി എല്ലാവരുടെയും സെയിം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒമേഗ 1 ഈസിക്കൽ ഒമേഗ 2 ഈസിക്കൽ ഒമേഗ 3 ഈസിക്കൽ ഒമേഗ 4 ഈസിക്കൽ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്തുവാ? എടാ, ആംഗുലാർ വെലോസിറ്റി എന്നല്ലേ പറഞ്ഞത്? ആംഗുലാർ വെലോസിറ്റി എന്നല്ലേ പറഞ്ഞത്? അതായത് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇൻ പ്യുവർ റൊട്ടേഷണൽ മോഷൻ എവരി പാർട്ടിക്കിൾ ഓഫ് ദി ബോഡി ഹാസ് സെയിം ആംഗുലാർ വെലോസിറ്റി എന്നാണ് പറയുന്നത്. അത് ഇനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ശരിയാ? ഓക്കെ, അപ്പൊ അത് ട്രൂ ഓർ ഫോൾസ് ആയതുകൊണ്ട് ഞാൻ എഴുതിക്കുന്നില്ല. അടുത്തത് സെന്റർ ഓഫ് മാസ് എന്ന് എഴുതിയ. സെന്റർ ഓഫ് മാസ് ഹെഡിങ്, സെന്റർ ഓഫ് മാസ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോണം. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി പോയിന്റ് at which imaginary point at which the whole mass of the body is assumed to be concentrated. എന്ന് പറയാൻ അർത്ഥം എന്താ? നിങ്ങൾ ഈ ഷവോലിൻ മറ്റേ കുൻഫു കോൺസെൻട്രേറ്റഡ് ആണ്. കോൺസെൻട്രേറ്റഡ്. ഓക്കെ, അതായത് നിങ്ങൾ ഈ ഷവോലിൻ മാർഷൽ ആർട്സ് ഒക്കെ കണ്ടിട്ടില്ലേ? അവര് വാളാണെങ്കിൽ ഒരു പോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ ഇതിനകത്തൊരു സീനുണ്ട്, ബാഹുബലി 2-നകത്തൊരു സീനുണ്ട്. മറ്റേ കട്ടപ്പയെ വേറൊരു യുദ്ധം ചെയ്യുന്ന ഒരു രാജാവ് കാണാൻ വരുന്ന സമയത്ത് ഒരു വാളുണ്ടെന്ന് പറഞ്ഞാൽ കാണിക്കാൻ വരുന്നത്. അപ്പൊ ആ വാള് ഒരു കൃത്യം കൂർത്ത മണ്ണയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ വെക്കും. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതിന്റെ കൃത്യം അത് പണിതിരിക്കുന്നത്, അത് പെർഫെക്റ്റ് ആയിട്ടാണ് പണിതിരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയാണ് അത് കൃത്യമാവാൻ ഉണ്ടാക്കി വെക്കുന്നത്. അതിന്റെ കൃത്യം സെന്റർ തന്നെയാണ് അതിന്റെ സെന്റർ ഓഫ് മാസ് കൊണ്ട്. ഇപ്പം സിമ്പിളി ഞാൻ ഇതൊന്ന് ബാലൻസ് ചെയ്യാം, നോക്കിക്കോ. ഇതൊന്ന് ബാലൻസ് ചെയ്യാം. നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇതൊന്ന് ബാലൻസ് ചെയ്യാം. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നോക്കിക്കോ, എവിടാണ് ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് നോക്കിക്കോണേ. കണ്ടോ? അപ്പം ഈ പോയിന്റ് വെച്ചിട്ട് ഞാൻ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും കണ്ടോ, ഇത് അവിടെ തന്നെ ഇരിക്കും. കണ്ടോ? അപ്പം അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിലാണ് അതിന്റെ മൊത്തം മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പോയിന്റിനെയാണ് നമ്മൾ, അത് കൃത്യം സെൻട്രലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഇത് സെൻട്രലാണോ വന്നത്? അല്ല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇതിന്റെ മാസ് കണ്ടോ, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതിന്റെ വെയിറ്റ് കൂടുതലാണ്, ഇങ്ങോട്ട് പോകുമ്പോൾ വെയിറ്റ് കുറവാണ്. അപ്പൊ ഇങ്ങോട്ടേക്കായിരിക്കും ഇതിന്റെ സെന്റർ ഓഫ് മാസ്. അതായത് ഒരു ബോഡിയുടെ മൊത്തം മാസം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫുട്ബോളൊക്കെ ഇങ്ങനെ ഒരു വിരല വെച്ച് വെക്കുന്നത് ഇല്ലേ? കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഫുട്ബോളൊക്കെ വേണമെങ്കിൽ വളരെ ഏറ്റവും ചെറിയൊരു നമ്മുടെ ഈ സാമ്പ്രാണിയുടെ അടിയിലത്തെ കമ്പില്ലേ, അതേ വേണമെങ്കിൽ ഫുട്ബോളിനെ ഇങ്ങനെ പിടിച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും.
അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ അഭാവത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ബോഡിയുടെ മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ബോഡിയുടെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അതപ്പം ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ എന്തായിരിക്കും, ആ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ 3 മീഡിയനും ജോയിൻ ചെയ്യുന്ന പോയിന്റ് അതിന്റെ സെൻട്രോയിഡിലായിരിക്കും. അതേപോലെ തന്നെ ഒരു സർക്കിൾ ആണെങ്കിലോ അതിന്റെ 2 ഡയമീറ്റർ വരച്ചാൽ 2 ഡയമീറ്ററും ജോയിൻ ചെയ്യുന്ന പോയിന്റിലായിരിക്കും. ഒരു റെക്ടാങ്കിൾ ആണെങ്കിലോ 2 ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ആ 2 ഡയഗണൽ ജോയിൻ ചെയ്യുന്ന പോയിന്റിലായിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സ്ക്വയർ ആണെങ്കിലോ സ്ക്വയർ ഈ പറഞ്ഞ പോലെ തന്നെ 2 ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ 2 ഡയഗണൽ സെന്ററിലായിരിക്കും. അതേപോലെ സിലിണ്ടർ ആണെങ്കിലോ ആ സിലിണ്ടർ ആണെങ്കിൽ അതിന്റെ നടുക്കായിരിക്കും. ഓക്കെ, അപ്പം ഇടിയല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയോളൂ, ഇവിടെ നോക്കിയാൽ നമുക്ക് ഓരോന്നിന്റെയും സെന്റർ ഓഫ് മാസ് ഒന്ന് നോക്കാം. അത് നോക്കിയോ, ഇതൊരു സിലിണ്ടർ ആണ്, ഇത് റഫായിട്ടൊന്ന് വരച്ചിട്ടേക്ക്. ഇതൊരു സിലിണ്ടർ ആണ്, ഹോളോ സിലിണ്ടർ ആണ്. ഹോളോ സിലിണ്ടറിന്റെ ആക്സിസിലായിരിക്കും, അതായത് ആക്സിസ് എന്ന് പറയുമ്പോൾ എന്താ, അതിന്റെ നടുക്കൂടെ പോകുന്ന ലൈനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ആ ആക്സിസിന്റെ കൃത്യം നടുക്കായിരിക്കും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിൾ വരയ്ക്കുവാണെങ്കിലോ ആ ട്രയാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ മീഡിയൻസ് എല്ലാം കൂടെ കണക്ട് ആവുന്ന ഏത് പോയിന്റ് ആണോ ആ പോയിന്റിലായിരിക്കും എന്തെന്ന് പറയുന്നത് അതിനെ ട്രയാങ്കുലർ ലാമിന എന്നൊക്കെയാണ് പറയുന്നത്, ഈ പോയിന്റ്. സർക്കിൾ ആണെങ്കിലോ ഒരു സർക്കിൾ ആണെങ്കിലോ ഈ സർക്കിൾ എന്താ, സർക്കിൾ അതിന്റെ ഡയമീറ്റർ എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന പോയിന്റിലായിരിക്കും അതിന്റെ ഇത് വരുന്നത്. അതേപോലെ തന്നെ എന്താണ്, ഇതാണെങ്കിലോ നമ്മുടെ റെക്ടാങ്കിൾ ആണെങ്കിലോ റെക്ടാങ്കിൾ അതിന്റെ 2 ഡയഗണൽ എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന പോയിന്റ്, ഞാൻ വരച്ചപ്പോൾ ഇച്ചിരി തെറ്റിപ്പോയി, അതിന്റെ ഡയഗണൽ വരയ്ക്കുന്ന പോയിന്റിലായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, നമ്മളൊരു സ്ക്വയർ വെക്കുവാണെങ്കിൽ ആ സ്ക്വയറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് അതിന്റെ 2 ഡയഗണലിന്റെ കൃത്യം നടുക്ക് ഭാഗത്ത്. അപ്പം ഈ പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. ഇത് ഇതിന്റെ സെന്റർ ഓഫ് മാസ്, ഇതിന്റെ സെന്റർ ഓഫ് മാസ്, ഇതിന്റെ സെന്റർ ഓഫ് മാസ്, ഇതിന്റെ സെന്റർ ഓഫ് മാസ്. ഇനി കാൽക്കുലേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കൂടെ പഠിപ്പിച്ചിട്ട് ക്ലാസ് നിർത്താം. 2 ഡയമെൻഷനിൽ 1 ഡയമെൻഷനിലും ഉണ്ട്, നമ്മളൊരു പാർട്ട് തീരും. ഇവിടെ നോക്കിയോളൂ, കാൽക്കുലേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. കാൽക്കുലേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് 1 ഡയമെൻഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്, 2 ഡയമെൻഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് ഇൻ 1 ഡയമെൻഷൻ. ഞാൻ ഒരു 1 ഡയമെൻഷണൽ പ്ലെയിൻ ഏത് ആക്സിസ് മാത്രമേ കാണത്തുള്ളൂ? എക്സ് ആക്സിസ് മാത്രമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ വൈ ആക്സിസ് മാത്രമേ കാണത്തുള്ളൂ. ഞാൻ തൽക്കാലം 2 ആക്സിസും വരയ്ക്കുകയാണ്, പക്ഷേ ഈ 2 ആക്സിസിൽ ഈ ഒറ്റ ആക്സിസിൽ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് ഞാൻ 2 ഒബ്ജക്റ്റ് നമ്മൾ തന്നെ ഇവിടെ കൺസിഡർ ചെയ്യാണ്. 2 ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ 2 ചെറിയ എം മാസുകൾ തന്നെ ഇവിടെ കൺസിഡർ ചെയ്യാണ്. ഇത് എക്സ് ആക്സിസിന് തന്നെ ഇവിടെ കൺസിഡർ ചെയ്യാണ്. നോക്കിക്കോളൂ, ഇതുണ്ട് ഇവിടെ. ഇത് M1 എന്ന് വിളിക്കുന്നു, ഇത് M2 എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പം ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്, ആണല്ലോ. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാന്നറിയോ? അതിനെ നമുക്ക് x1 എന്ന് വിളിക്കാം. അതേപോലെ അടുത്ത ബോഡി ഇരിക്കുന്നത് ഈ എക്സ് ആക്സിസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിന്റെ ഒറിജിനിൽ നിന്ന് ഒരു x2 ദൂരത്തിലായിരിക്കും. കണ്ടോ, ഇതിനെ നമുക്ക് x2 എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഏകദേശം നമുക്ക് എവിടെ കൺസിഡർ ചെയ്യാം? ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഏകദേശം ഈ 2 ഒബ്ജക്റ്റുകളുടെ സെന്റർ ഓഫ് മാസ് ഏകദേശം ഇവിടെയാണ് കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് അതിന്റെ കോർഡിനേറ്റിന് എക്സ് കോർഡിനേറ്റ് നമുക്ക് എന്താണ് എടുക്കാൻ കഴിയും? ഇതിന് വൈ കോർഡിനേറ്റ് ഉണ്ടോ? ഇല്ല, കാരണം ഒറ്റ ഡയമെൻഷനേ ഉള്ളൂ, അല്ലയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിയോ, അതായത് ഏതിന്റെ സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? M1 x2 പ്ലസ് M2 x1 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. നമ്മൾ മാത്സിനകത്ത് സെക്ഷൻ ഫോർമുല പഠിച്ചപ്പോൾ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, M1 x2 പ്ലസ് M2 x1 M1 പ്ലസ് M2. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല, പക്ഷെ അതുപോലെ തന്നെ അതിന് 2 പോയിന്റിനെ കട്ടാക്കിയിരിക്കുന്ന റേഷ്യോ കണ്ടുപിടിക്കാനല്ലേ, ആണോ? അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അത് തന്നെ നമുക്ക് എടുക്കാന്ന് പറയുന്നത്. M1 x2 പ്ലസ് M2 x1 ഡിവൈഡ് ബൈ എന്താ? M1 പ്ലസ് M2. ക്ലിയർ ആണോ? ഇനി ഇൻ 2 ഡയമെൻഷണൽ, ഇതാണ് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നത്. 2 ഡയമെൻഷനിലെയാണ്. ഇൻ 2 ഡയമെൻഷൻ
നോക്കിക്കോളൂ. 2 ഡയമെൻഷൻ വരുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് എന്ത് വരച്ചേ പറ്റത്തുള്ളൂ? നമുക്കൊരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചേ പറ്റത്തുള്ളൂ, അല്ലയോ? ഞാൻ M1 എന്ന് പറയുന്ന ഒരു മാസ് ഉള്ള ഒബ്ജക്റ്റിനെ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. M2 ഇത് ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റിലെ തന്നെ 2 പാർട്ടിക്കിൾ ആകണം. ഒരു ഒബ്ജക്റ്റിനകത്ത് തന്നെ നമ്മൾ P1 P2 കൺസിഡർ ചെയ്ത പോലത്തെ 2 പാർട്ടിക്കിളുടെ മാസാണ് കേട്ടോ, അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഇത് ഈ M1ന്റെ എക്സ് കോർഡിനേറ്റ് എന്താ? M1ന്റെ എക്സ് കോർഡിനേറ്റ് എന്താ? ഇതല്ലേ, ഇത് x1 ആണെങ്കിൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? x1 ആയിരിക്കും. M1ന്റെ y കോർഡിനേറ്റ് ഇതല്ലേ, ഇതെന്താ? y1. അപ്പൊ ഇതെന്താ? x1 y1 എന്നാണ് ഇതിന്റെ കോർഡിനേറ്റ്. ഓക്കെ, അപ്പൊ ഇതോ, ഇതിന്റെ ഈ പോയിന്റിന്റെ അതായത് M2 എന്ന് പറയുന്ന പോയിന്റ് മാസ് ഉള്ള ആ പോയിന്റിന്റെ എന്താണ് കോർഡിനേറ്റ് എന്താ? x2 ആണ്. അതിന്റെ y കോർഡിനേറ്റ് എന്താ? അത് y2 ആണ്. ഇത് x കോർഡിനേറ്റ് x2 y1. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് എന്ത് വരും? x2 y2 വരും, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഞാൻ തന്നെ ഇവിടെ ആയിട്ട് എടുക്കാൻ പോവാണ്. ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഞാൻ തന്നെ ഇവിടെ ആയിട്ട് എടുക്കാൻ പോവാം. ഓക്കെ, അതിന്റെ കോർഡിനേറ്റ് എന്താ? അതിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, ഇല്ലയോ? അതിന്റെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് എക്സ് ആയിട്ടും വൈ കോർഡിനേറ്റ് വൈ ആയിട്ടും. അപ്പൊ ഇനി എക്സും, നേരത്തെ എക്സ് മാത്രമേ ഉള്ളായിരുന്നു, ഇനിയും എക്സും വൈയും ഉണ്ട്. അപ്പൊ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നറിയോ? എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നേരത്തെ തന്നെ എന്താ? M1 x2 പ്ലസ് M2 x1 ഡിവൈഡ് ബൈ എന്താ? M1 പ്ലസ് M2. കൃത്യം സെക്ഷൻ ഫോർമുലയാണ് ഇത് വരുന്നത്. വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? M1 y2 പ്ലസ് M2 y1 ഡിവൈഡ് ബൈ എന്താ? M1 പ്ലസ് M2. കണ്ടോ, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അടുത്ത ഹെഡിങ് എഴുതിക്കോ. ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക് ആണ് ടോർക്ക്. ടോർക്ക് ടോർക്ക് അഥവാ ടോർക്കിന്റെ വേറെ പേരാണ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. മൊമെന്റ് മൊമെന്റ് ആണ്, മൊമെന്റ് 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 ഓഫ് ഫോഴ്സ്. മൊമെന്റ് ഓഫ് ഫോഴ്സ്, അതിന്റെ സിമ്പല് ടോ എന്നാണ് അതിനെ പറയുന്നത്. ടോ അതായത് ഒരു എന്താണ്, ജോൺസൺ കൊട പോലെ കണ്ടോ, ഇങ്ങനെ ഒരു 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 കൊടയുടെ കാലം കൊട പോലെ നോക്കിയാൽ മതി. കാലം കൊടയുടെ ഇതും ടീം കൂടി ഇട്ടാൽ മതി, കണ്ടോ, ഇതാണ് അതിന്റെ സിമ്പൽ. ഓക്കെ, ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പൊ ഞാന് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഞാന് നമ്മുടെ ദീപകിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒറ്റ തള്ളിൽ ഫോഴ്സ് കൊടുത്തില്ലേ, എങ്ങോട്ടാ മൂവ് ചെയ്തേ? അങ്ങോട്ടേക്ക്. അത് ലീനിയർ ഡയറക്ഷനിലാണ് മൂവ് ചെയ്തത്. എന്നാൽ ഞാൻ ഇവന്റെ കയ്യിലോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഒരു ഒറ്റ കറക്ക് കറക്കുവാണെങ്കിൽ അപ്പോഴും ഇവൻ വട്ടത്തിൽ കറങ്ങും, അപ്പോഴും ഫോഴ്സ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഫോഴ്സിനെ ഫോഴ്സ് എന്ന് പറയില്ല, ഫോഴ്സ് എന്നാണ് പറയുന്നതെങ്കിലും അതിനെ ടോർക്ക് എന്ന് സ്പെസിഫിക്കലി പറയാം. വട്ടത്തിൽ ഒരു ഒബ്ജക്റ്റ് കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അവിടുത്തെ ഫോഴ്സിനെ നമ്മൾ അവരെ ടോർക്ക് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ടേണിംഗ് എഫക്ട് എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ. ടോർക്ക് ഈസ് ദ ടോർക്ക് ഈസ് ദ ടേണിംഗ് എഫക്ട്, ടേണിംഗ് എഫക്ട് ഓഫ് ദ ബോഡി, ടേണിംഗ് എഫക്ട് ഓഫ് ദ ബോഡി. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ടോർക്ക് പോസിറ്റീവും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ടോർക്ക് നെഗറ്റീവും ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ ആലോചിച്ച് വെച്ചേക്കുക. അത് പറഞ്ഞു തരാം. ആന്റി
clockwise torque is positive while clockwise torque is negative. Clockwise torque is negative. ഇനി നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കേണ്ടത്, ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെ പിടിച്ച് നിങ്ങളുടെ മനസ്സിൽ വരണം, ഓൺലൈൻ ഇരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ഈ കാര്യം വേണം. നിങ്ങൾ ഒരാളെ പിടിച്ച് തെള്ളുവാണെങ്കിൽ ആ തെള്ളുന്ന ഫോഴ്സ് കൃത്യമായിട്ട് എങ്ങോട്ടേക്ക് അഫക്ട് ചെയ്യുന്നത്? അങ്ങോട്ടേക്കാണ്. അപ്പം ആ ഡയറക്ഷനിലോട്ടാണ് ഫോഴ്സ് വരുന്നത്. എന്നാൽ നിങ്ങൾ ഒരാളെ പിടിച്ചിങ്ങനെ കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കുവാണെങ്കിൽ ഒരിക്കലും അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കറങ്ങുന്ന ആ ഡയറക്ഷനിലല്ല ആ ടോർക്കിന്റെ ഡയറക്ഷൻ വരുന്നത്, നേരെ മുകളിലോട്ടോ താഴോട്ടോ. ഫോഴ്സ് കൊടുക്കുന്നത് ഇങ്ങോട്ട് തന്നെ, നിങ്ങൾ അങ്ങോട്ടാണ് അങ്ങോട്ട്. പക്ഷെ അവിടെ നമുക്ക് നോക്കാം, ഒരു നട്ടും ബോൾട്ട് കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. അത് വരയ്ക്കൊന്നും വേണ്ട, കൺസെപ്റ്റാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ബോൾട്ട് ഇരിക്കുക, ഇവിടെ ഒരു ബോൾട്ട് ഇരിക്കുക. ഓക്കെ, ഇവിടെ ഒരു ബോൾട്ട് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ഈ ബോൾട്ടിനെ ഈ ബോൾട്ട് താഴോട്ട് ഇങ്ങനെ ഉണ്ട്, ബോൾട്ട് ഇരിക്കുക. ഇതിനെ എനിക്ക് അഴിക്കണേ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇതുള്ള ഒരു സ്പാനർ എടുത്തുകൊണ്ട് വരണം, ഇല്ലേ? ഞാനൊരു സ്പാനർ എടുത്തുകൊണ്ട് വന്നു. കേട്ടോ, ഇങ്ങനെ ഒരു സ്പാനർ വണ്ടിയിലൊക്കെ കാണുമല്ലോ, ഇല്ലേ? ഇങ്ങനെ ഒരു സ്പാനർ എടുത്തുകൊണ്ട് വന്നു. ഓക്കെ, ഈ സ്പാനർ വെച്ചിട്ട് ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? ടൈറ്റ് ആക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുക്കണം, ലൂസ് ആക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കൊടുക്കണം, ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുക്കണം. അതായത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടൈറ്റ് ആക്കുന്നു, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്താണ്? ലൂസ് ആക്കുന്നു. അപ്പൊ ഞാൻ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷൻ എങ്ങോട്ടാ? ഇങ്ങോട്ട്, അല്ലേ? ടൈറ്റ് ആക്കാനാണെങ്കിൽ. ലൂസ് ആക്കാനാണെങ്കിൽ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷൻ എങ്ങോട്ടാ? അങ്ങോട്ടേക്ക്. അപ്പൊ ആ റൊട്ടേഷണൽ മോഷനിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് ടോർക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഫോഴ്സ് ആണോ അതൊക്കെ ടോർക്ക്? അല്ല. വേണ്ട, ഇവിടെ ഈ ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഏത് ഡയറക്ഷനിലാണ് മോഷൻ ഉണ്ടാകുന്നത്? മുകളിലോട്ടും താഴോട്ടും. ആ മുകളിലോട്ടും താഴോട്ടും ഉണ്ടാകുന്ന ഫോഴ്സ്, അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. എല്ലാവരും ചിന്തിക്കും, വേണ്ടേ, ഇവിടെ കൊടുക്കുന്ന സാറല്ലേ പറഞ്ഞ റൊട്ടേഷണൽ മോഷനിൽ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. ആണ്. റൊട്ടേഷണൽ മോഷനിൽ ഇത് കൊടുക്കുമ്പോൾ വേണ്ട, ഈ ഭാഗത്ത് കണ്ടോ, ഇതിപ്പോ ടൈറ്റ് ആക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ടൈറ്റ് ആക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് താഴോട്ട് മൂവ് ചെയ്യും. ലൂസ് ആക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ബോൾട്ട് മുകളിലോട്ട് വരും. അപ്പൊ ഇവിടെയാണ് ഈ ടോർക്ക് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇവിടെയാണ് താഴോട്ട് മുകളിലോട്ടുമാണ് ടോർക്ക് ഉണ്ടാക്കുന്നത്, റൊട്ടേറ്റിംഗ് എഫക്ട് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാരണക്കാരനാണ് ഈ ഫോഴ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. മനസ്സിലായോ? അല്ലാതെ ഇതല്ല ടോർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ഉണ്ടാകുന്ന കാര്യമാണ് ടോർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഇനി ടോർക്കിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് നിർത്തിയേക്കാം, ബാക്കി അടുത്ത ക്ലാസ് പഠിപ്പിക്കാം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ. അതിനർത്ഥം ടോർക്ക് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതായത് ആ നട്ടും ബോൾട്ടിലും ഈ ഭാഗത്ത് ബോൾട്ടിൽ ഉണ്ടാകുന്ന ടോർക്ക് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒന്ന് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നീട് ഈ ഒരു ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിലെ കതക് നിങ്ങൾക്ക് തുറക്കണം, നിങ്ങൾ എവിടെ ഫോഴ്സ് കൊടുത്താലാണ് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് തുറക്കാൻ പറ്റുന്നത്? അതായത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ തറയിലൊക്കെ കിടക്കുവാണെങ്കിൽ നിങ്ങൾ കഥ അടയ്ക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കഥ അടയ്ക്കുന്നത്? നിങ്ങൾ കാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പിഷ്കെന്ന് പറഞ്ഞ് അടയ്ക്കുന്നതാണ്. അങ്ങനെ ഇല്ലേ? ശരിയല്ലേ? കാല് വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ കതകിന്റെ ചിലപ്പം നമ്മൾ ആ അറ്റത്തല്ലായിരിക്കും ഇരിക്കുന്നത്, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടിയിട്ടൊക്കെ ഇങ്ങനെ അടയ്ക്കാൻ ശ്രമിക്കത്തില്ലേ? അപ്പൊ ചിലപ്പോൾ നമ്മുടെ കൈ കൊള്ളുന്നത് അതിന്റെ നടുക്കായിരിക്കും. നല്ല ഫോഴ്സ് കൊടുത്താലേ അടയത്തുള്ളൂ. അപ്പൊ നോക്കിയോ, ഞാൻ അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു തരാം, നോക്കിയോളൂ. ഇതൊരു കതക, ഈ കതകിന്റെ പിടി ഇങ്ങനെ, ഇതിനെ എനിക്ക് തന്നെ ഇങ്ങോട്ടേക്ക്, ഇതാണ് അതിന്റെ കട്ടള, അപ്പൊ ഇതിനെ എനിക്ക് ഇങ്ങോട്ടേക്ക് അടയ്ക്കണം. ഞാൻ ഇവിടെ ഫോഴ്സ് കൊടുത്ത്, ഇവിടാണ് അതിന്റെ ജോയിന്റ്, വിജാഗിരി, ഇവിടാണ് മറ്റേ ജോയിന്റ് ഇരിക്കുന്നത്, ഇവിടാണ് വിജാഗിരി ഇല്ലേ? ഇവിടാണ് വിജാഗിരി, 3 വിജാഗിരി ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഫോഴ്സ് കൊടുക്കുമ്പോഴാണോ ഇവിടെ ഫോഴ്സ് കൊടുക്കുമ്പോഴാണോ എനിക്ക് പെട്ടെന്ന് അടയ്ക്കാൻ പറ്റുക? ഇവിടെ. അതായത് ആ വിജാഗിരിയിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് കൂടുന്നോ അത്രയും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അടയ്ക്കാൻ പറ്റും. അതിനർത്ഥം ആ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഈ ടോർക്ക് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. അതേപോലെ ഫോഴ്സ് കൂടിയാലും എന്ത് ചെയ്യും, ടോർക്ക് കൂടും. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൂടിയാലും ഇവിടെ ടോർക്ക് കൂടും. അപ്പൊ ഈ അറ്റത്ത് ഓടുവാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട എഫർട്ട് കൂടും, ഫോഴ്സ് കൂടുക ചെയ്യുന്നത്. അപ്പം ഡിസ്റ്റൻസ് കൂടിയാൽ, അതായത് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ട ഈ ഇവിടെ ഇങ്ങോട്ട്, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ടോർക്ക് ആക്ട് ചെയ്യുന്ന ഇങ്ങോട്ടും. അപ്പൊ ആ ടോർക്ക് ആക്ട് ചെയ്യുന്ന ടോർക്ക് കൂടുതൽ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അടയ്ക്കാനും തുറക്കാനും ഒക്കെ പറ്റും. മനസ്സിലായോ? അപ്പൊ ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടറുകളാണ്, ഒന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഒന്ന് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്. ഇത്രമേ ഉള്ളൂ ഇന്നത്തെ ഇങ്ങനെ അർത്ഥം. ഇങ്ങനെ നിർത്താമേ.